ഹായ് ഓൾ. ക്രിസ്മസ് പരീക്ഷ മികച്ച രീതിയിൽ എഴുതിയിട്ടു ഉത്തരക്കടലാസ് ലഭിച്ചപ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങൾ വിചാരിച്ച മാർക്ക് തന്നെ ലഭിക്കണമെന്നില്ല. സോ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ ക്രിസ്മസ് പരീക്ഷ എഴുതുമ്പോൾ വരുത്തി വെച്ചത്? അതെങ്ങനെ മോഡൽ എക്സാമിന് ആവർത്തിക്കാതിരിക്കാം? അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ എങ്ങനെ മോഡൽ എക്സാമിന് പഠിച്ച് മികച്ച മാർക്ക് നേടാം, അതിന് എന്ത് തരം സ്റ്റഡി പ്ലാനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം. സോ ആദ്യം, നിങ്ങളിൽ പലരുടെയും ഉത്തരക്കടലാസ് ഞാൻ വായിച്ച് വാല്യുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നിങ്ങൾ പലരും വരുത്തിയ ഒരു മേജർ മിസ്റ്റേക്കിന് കാരണമെന്ന് പറഞ്ഞാൽ കെയർലെസ്നെസ് തന്നെയാണ്. അതായത് നിങ്ങൾ പ്രോപ്പർലി ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ പലതും വായിച്ചിട്ടില്ല. അങ്ങനെ വായിച്ച ആൾക്കാർ പോലും ഗിവൺ ഡാറ്റാസ് ഒക്കെ, ന്യൂമറിക്കൽസിൽ ഗിവൺ ഡാറ്റാസ് ഒക്കെ എഴുതി വെക്കുമ്പോൾ അതിൽ തന്ന ഗിവൺ ഡാറ്റാസിന് മാറ്റം വരുത്തി നിങ്ങളൊരു ഗിവൺ ഡാറ്റ എഴുതി അതായിരിക്കും പലരും പ്രൊസീഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ചോദ്യം പ്രോപ്പർലി വായിക്കാത്തവരും ചോദ്യം കാണാത്തവരും, അങ്ങനെ കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. സാർ, ഈ ചോദ്യം ഞാൻ കണ്ടതുപോലുമില്ല എന്ന് പറയുന്ന കുറേ മക്കളുണ്ട്. ഗിവൺ ഡാറ്റാസ് എഴുതുമ്പോൾ പലർക്കും പല പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ആ ഗിവൺ ഡാറ്റാസ് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴും പലർക്കും പല മിസ്റ്റേക്കുകളും പറ്റിയിട്ടുണ്ട്. അതായത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കെയർലെസ്നെസ് മൂലം മാത്രം, ശ്രദ്ധക്കുറവ് മൂലം മാത്രം വരുത്തി വെച്ച കുറേ പ്രശ്നങ്ങൾ മൂലം നിങ്ങളിൽ പലർക്കും മാർക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? തീർച്ചയായും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ പലരുടെയും മൊമെൻറ്റിൽ ഇങ്ങനെ ഇത് എനിക്ക് സംഭവിച്ച പ്രശ്നമാണല്ലോ എന്ന് തോന്നുന്ന നിരവധി പേരുണ്ടാവും. ഫസ്റ്റ് മിസ്റ്റേക്ക് അത് തന്നെയാണ്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന മാരത്തോൺ ലൈവിലും രാവിലെയുള്ള എക്സാം ബൂസ്റ്ററിലൊക്കെ കണ്ട ചോദ്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചപ്പോൾ പോലും പലർക്കും അതിന് ഉത്തരം എഴുതാൻ സാധിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? കാരണം ഞാൻ ഈ പറയുന്ന മാരത്തോൺ ലൈവിൽ കണ്ട, ഞാൻ കോൺഫിഡൻ്റ് ആയി മനസ്സിലാക്കിയ ചോദ്യം ഉത്തരക്കടലാസിലോട്ട് എഴുതുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഫ്ലോയിലും ആ ഒരു രസത്തിലും എഴുതാൻ സാധിക്കുന്നില്ല. എനിക്ക് ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകുന്നു, പലവടെയും എനിക്ക് പ്രശ്നം സംഭവിക്കുന്നു എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിൻ്റെ കുറവ് തന്നെയാണ്. മക്കളെ, നിങ്ങളാരും റോബോട്ടുകളല്ല. ഇവിടെ പഠിപ്പിക്കുന്ന ഞങ്ങളും റോബോട്ടുകളല്ല. ഒരു തവണ ഒരു കാര്യം മനസ്സിലാക്കിയാൽ, അതായത് കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമ്മുടെ ഒന്നും തലയ്ക്കകത്ത് കയറുന്ന ഒരു ആളുകളല്ല നമ്മളാരും. നമ്മൾ സാധാരണ മനുഷ്യന്മാർ, പച്ചയായ മനുഷ്യന്മാരാണ്. സോ ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് കൺസെപ്റ്റുകൾ ലേൺ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ പ്രാക്ടീസ് തന്നെയാണ്. ഒരു കൺസെപ്റ്റോ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനോ ഒരു ഫോർമുലയോ പഠിച്ചു കഴിഞ്ഞാൽ അത് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം. അല്ലാതെ അതിന് മറ്റൊരു കുറുക്ക് വഴികൾ നിങ്ങൾ ആലോചിക്കാതിരിക്കുക. പലരുടെയും പ്രശ്നമാണ്, സാറേ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്താണ്? എന്തെങ്കിലും ഷോർട്ട് കട്ടുകളുണ്ടോ? എളുപ്പത്തിൽ പഠിക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴികളുണ്ടോ? മക്കളെ, ഞാൻ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്, എന്തും എളുപ്പത്തിൽ നേടാമെന്ന മെൻറ്റാലിറ്റി നിങ്ങൾ ആദ്യം മാറ്റിവെക്കുക. ഹാർഡ് വർക്കിലൂടെ നേടിയ കാര്യങ്ങളെ ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും പെട്ടെന്ന് നേടിയെടുത്തു പെട്ടെന്ന് മാർക്ക് നേടുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ നേടിയെടുത്ത ഒന്നും ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. ഒരിക്കലും മറ്റൊരാൾക്ക് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനും സാധിക്കത്തില്ല. സോ ഹാർഡ് വർക്ക് ചെയ്യുക, പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് മാത്രം പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക. അത് എല്ലാത്തിൻ്റെ കേസിലാണെങ്കിലും, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ കേസിലാണെങ്കിലും, തിയറി ക്വസ്റ്റ്യൻസിൻ്റെ കേസിലാണെങ്കിലും, ഏത് കാര്യത്തിൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഴകുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് നോളേജാണ്. അത് നിങ്ങൾക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. സാറേ, ഇതേപോലത്തെ ചോദ്യം സാറ് ചെയ്തായിരുന്നു, പക്ഷെ ചെറിയ മാറ്റം വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ എന്നെ കൊണ്ട് എഴുതാൻ സാധിച്ചില്ല. ഇതേപോലത്തെ ചോദ്യം ഞാൻ മാരത്തോൺ ലൈവിൽ കണ്ടു പഠിച്ചതാണ്, പക്ഷെ ആ ചോദ്യത്തിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് എഴുതാൻ സാധിച്ചില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് നോളേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. മക്കളെ, ഞാൻ എപ്പോഴും ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഈ ചോദ്യം മനസ്സിലായോ എന്നതിനപ്പുറം മക്കളെ, ഇത് ചെയ്യാനുള്ള കൺസെപ്റ്റും കണ്ടന്റും നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആണോ? അല്ലെങ്കിൽ ഞാനൊരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇതിൽ നിന്ന് ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുമെന്ന് പറയുന്നതിനപ്പുറം ഈ കണ്ടന്റ് സ്ട്രോങ് ആയോടാ മക്കളെ എന്നാണ് ചോദിക്കാറ്. കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ ആ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഇനി ആ ചോദ്യമല്ല, ഞാൻ പറഞ്ഞു തന്ന ചോദ്യമല്ല, അതിനപ്പുറം ഏത് ചോദ്യം ചോദിച്ചാലും, അതുമായി റിലേറ്റ് ചെയ്ത ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കണം. അതിനാവശ്യം കണ്ടന്റ് നോളേജ് തന്നെയാണ്. അത് നിങ്ങൾ സ്ട്രോങ് ആക്കി മാറ്റിയിരിക്കാം, അതിലൊരു തർക്കവുമില്ല. അങ്ങനെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ബുക്കിനപ്പുറം ഒരു ചോദ്യവും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്നില്ല. അതിനകത്തുള്ള മുഴുവൻ കണ്ടന്റുകളും സ്ട്രോങ് ആക്കാനുള്ള വിധമാണ് സൈലത്തിലുള്ള ഓരോ അധ്യാപകരും നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ അത് സ്ട്രോങ് ആക്കിയെടുത്ത് ഏത് തരം ചോദ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഫിഡൻസ് കുറവ്.
എന്തൊക്കെ എത്രയൊക്കെ പഠിച്ചാലും അയ്യോ സാറേ ഞാൻ വിചാരിച്ച ചോദ്യങ്ങൾ തന്നെ വരുമോ, ഇനിയിപ്പോൾ ഞാൻ പഠിച്ച പോലെ തന്നെ എനിക്ക് എഴുതാൻ സാധിക്കുമോ, ഞാൻ മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ എനിക്ക് എഴുതാൻ സാധിക്കുമോ, പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങളിൽ പലർക്കും ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അതാദ്യം എടുത്തു മാറ്റുക. ഒരു ചോദ്യ പേപ്പർ വായിക്കുന്ന സമയത്ത് ദൈവമേ എന്നെക്കൊണ്ട് എല്ലാം എഴുതാൻ പറ്റുമോ എന്ന മെൻറ്റാലിറ്റിക്കപ്പുറം ഞാൻ പഠിച്ചതിനപ്പുറം അതിനകത്തൊന്നും കാണില്ല എന്ന കോൺഫിഡൻസിൽ വേണം നിങ്ങൾ ആ ചോദ്യ പേപ്പറിനെ ഫേസ് ചെയ്യാൻ. ആ ഒരു കോൺഫിഡൻസ് കുറവ് മൂലം തന്നെ പലർക്കും പല മാർക്കുകൾ നഷ്ടപ്പെട്ടതായിട്ട് എനിക്കറിയാൻ സാധിച്ചു. സോ ആ പ്രശ്നവും നിങ്ങൾ ആദ്യം മാറ്റിവെക്കുക. ഇതൊക്കെയാണ് നിങ്ങളിൽ പലരും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുത്തിയ പിശകുകൾ. അതൊരിക്കലും ഏതിൽ ആവർത്തിക്കരുത്, മോഡൽ എക്സാമിന് ആവർത്തിക്കരുത്. സാറേ മോഡൽ എക്സാമിന് എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായും മോഡൽ എക്സാമിന് നിങ്ങൾ പഠിക്കുന്നതിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫിസിക്സിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ 7 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് റിവൈസ് ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് റിവിഷൻ എന്ന് പറയുന്നത്. അത് എഫക്റ്റീവായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ടൈം ടേബിൾ സൈലം ടീം ഒരുക്കി കഴിഞ്ഞു മക്കളെ. ഇനിയുള്ള ദിവസങ്ങളിലുള്ള ലൈവ് ക്ലാസ്സുകൾ മിസ്സാവാതെ നിങ്ങൾ കാണുക. സാറ് ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ എന്തൊക്കെയാണ് ഫിസിക്സിനെ സംബന്ധിച്ച് സാറ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്? തീർച്ചയായും ലൈവ് ക്ലാസ്സിന് പുറമെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മുടെ സ്വന്തം പക്കാ ഫിസിക്സിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ പലരുടെയും പ്രശ്നമാണ് ഡയറക്ഷൻ ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ, റൈറ്റ് ഹാൻഡ് റൂള്, ലെഫ്റ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇനി വീഡിയോ രൂപത്തിൽ വരാൻ പോവാണ്. ഡയഗ്രാംസിൽ പലരും മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. ആ ഡയഗ്രാംസ് എല്ലാം സെപ്പറേറ്റ്ലി നിങ്ങൾക്കൊരു വീഡിയോ ലഭിക്കാൻ പോവാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വരാൻ പോവാണ്. കാത്തിരിക്കുക. പക്കാ ഫിസിക്സ് നമ്മളൊരു പൊളിക്കാൻ പോവാണ് മക്കളെ. കോൺഫിഡൻ്റ് ആയിരിക്കുക. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം എത്ര പേർക്ക് അവരുടെ കോൺഫിഡൻസ് കൂടി എന്നുള്ള കാര്യവും എത്ര പേർക്ക് അവർ വരുത്തിയ മിസ്റ്റേക്കുകൾ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യവും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.